വിവിധ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ ഇന്നും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതേസമയം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണോ പതിവ് പോലെ പ്രതിപക്ഷം? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രതിപക്ഷം ഇന്ന് ഉയർത്തുക? അതോടൊപ്പം രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുക കൂടി ചെയ്യുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. പാർലമെന്റിൽ ഇന്നും വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനും സഭ പ്രക്ഷുബ്ധമാക്കാനുമാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വർഷകാല സമ്മേളനം ആരംഭിച്ചത് 5-ാം ദിവസമാണ്. കഴിഞ്ഞ 4 ദിവസവും നമുക്ക് സഭയിൽ നിന്ന് കാണാൻ സാധിച്ചത് സഭ 11 മണിക്ക് ആരംഭിക്കും. മിനിറ്റുകൾക്കകം തന്നെ പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് അതിരിവിട്ട പ്രതിഷേധം നടത്തിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തും, തുടർച്ചയായി മാറ്റിവെക്കും, പിന്നീട് അടുത്ത ദിവസത്തേക്ക് പിരിയും. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സഭയിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. വിവിധ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടും, എന്നാൽ ചർച്ചയ്ക്കുള്ള ഒരവസരവും നൽകാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തും. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ അനധികൃതമായി ഇടം നേടിയിട്ടുള്ള ഒന്നുകിൽ മരിച്ചവരോ അതല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരും വോട്ടർ പട്ടികയിൽ, പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ ബംഗാളും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നുണ്ട്. കൂടാതെ തുടർന്ന് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒപ്പം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സൂക്ഷ്മ പരിശോധന നടത്തി വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കും എന്ന കൃത്യമായ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. കൂടാതെ നേരത്തെ പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയിരുന്നു. അടുത്തയാഴ്ച ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും എന്ന് പാർലമെന്റ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പ്രതിപക്ഷം മുൻപോട്ട് വയ്ക്കുന്ന ഏത് വിഷയവും സഭയുടെ ചട്ടം അനുസരിച്ച് ചർച്ച ചെയ്യാമെന്ന ഉറപ്പ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടും സഭ തടസ്സപ്പെടുത്തുന്ന നിലപാട് പ്രതിപക്ഷം തുടരുകയാണ്. കൂടാതെ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം തുടർന്നു കൊണ്ടുപോകുന്നതിന് 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്യസഭയിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണെങ്കിൽ അതിനുള്ളൊരു അവസരമുണ്ടാവില്ല. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി തീരുമാനം അനുസരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെക്കുകയും രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനം നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. അവിടെ മെയ്തി, കുക്കി സമുദായങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തെ മുതലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ വിഘടനവാദ സംഘടനകൾ നടത്തിയിരുന്നു. അതിൻ്റെ IB റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിലുണ്ട്. മണിപ്പൂരിൽ ഗവർണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സമാധാന സമിതി ചർച്ചകൾ നടത്തുകയും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. കൂടാതെ ആയുധമെടുക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടിയും സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോവുകയാണ്. അതിനിടയിലാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.